ഹായ് ഫ്രണ്ട്സ്, ഇന്ന് 5 മിനിറ്റിൽ ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനെ ഞാൻ എടുത്തേക്കുന്നത് 4 ബ്രെഡാണ്. നല്ല സോഫ്റ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയണ്ട, നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം സൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരു മിക്സി ജാറിലേക്ക് 4-5 ബ്രെഡ് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിന് ഫൈനായി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെയിം മിക്സി ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ പീസ് സവാള ഇട്ട് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ കുരുമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും ബ്രെഡ് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ആദ്യമേ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചൂടെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡ് സ്ലൈസും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇതിന് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.